ഈ കുടുംബം ഒരു വലിയ യോഗത്തിനകത്ത് എനിക്ക് തോന്നുന്നു പുറകിൽ എവിടെ പോയിരിക്കുമ്പോൾ ഇവർ ആരുടെയോ പേര് വിളിച്ചു. ഇത് പറയുന്ന സമയത്ത് ഒരു ഓപ്പറേഷൻ നടത്തിയ കാരണത്താൽ യൂട്രസിലേക്കുള്ള എല്ലാ ട്യൂബുകളും കട്ടായി, ഒരിക്കലും നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു വെച്ച ദിവസമാണ്, ആ ആഴ്ചയിലാണ് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു ആൺ തലമുറയെ ഞാൻ തരും. ഇത് പറയുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് തനിക്കറിയാവുന്നത് കൊണ്ട് ഇതിനോട് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം ഈ ട്യൂബുകളെല്ലാം കട്ടായിരുന്നു, അത് നടക്കില്ല. പക്ഷേ ദൈവം അതിനകത്ത് അതുപോലെ തന്നെ ചെയ്തു. അവിടെ ഇരിക്കുന്ന പുറകിലിരിക്കുന്ന എഴുന്നേറ്റു, അവനൊരു അത്ഭുതത്തെ നിനക്കായിട്ട് ചെയ്യുന്നു. ఒక అద్భుతం దేవుడిని చేయబోతూ ఉన్నాడు. അവൻ അത്ഭുതങ്ങളുടെ ദൈവം, ఆయన అద్భుతాలు చేసే దేవుడు. എന്നെ കർത്താവ് ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ പേര് దేవుడు లక్ష్మి అనేటువంటి పేరు నాకు చూపిస్తున్నాడు. ഞാനൊരു പ്രവാചകനാണ്, నేను ఒక ప్రవక్తని. എനിക്ക് നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പറ്റും, నాకు నీ జీవితంలో కొన్ని చేయటానికి సాధ్యమవుతది. കർത്താവ് എന്നോട് ചോദിക്കുന്നു, దేవుడితో ఇలా అడుగుచున్నాడు, നിന്നോട് ചോദിക്കാൻ. నేను నిన్ను అడుగుచున్నాను ఒక మాట, നിങ്ങൾക്ക് ആൺപിള്ളാരെയാണോ ഇഷ്ടം പെൺപിള്ളാരെയാണോ? నేను మిమ్మల్ని ఒక ప్రశ్న అడుగుతున్నాను, మీకు మగ పిల్లలంటే ఇష్టమా ఆడపిల్లలంటే ఇష్టమా? നോയലിനോട് ചോദിച്ചിട്ട് പറയുക. నోవాతో ఎలాగో అడిగి చెప్పటము జరిగినది. నోయల్తో అడిగి చెబుతున్నాను అంటున్నాడు. അവന്റെ പേര് നോയൽ. ఓ ప్రొఫెసర్, అడగండి పాస్టర్ గారు. നിനക്കായി തലമുറ തരാം. దేవుడు మీకు పిల్లలను కలుగజేయబోతున్నాడు. പറഞ്ഞിട്ട് ആൺകൊച്ചിനെ വേണോ പെൺകൊച്ചിനെ വേണോ? చెప్పండి, ఆడపిల్ల కావాలా మగ పిల్ల కావాలా, బాబు కావాలా పాప కావాలా? బాబు కావాలి. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, మేము కలిసి ప్రార్థన చేయుచున్నాము. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ആൺകൊച്ചിനെ കാണും, నేను మీ చేతిలో ఒక కుమారుడిని చూస్తున్నాను. ഒരു തലമുറയ്ക്ക് കിടക്കാൻ പറ്റുന്ന വിധത്തിൽ നിന്റെ ഗർഭപാത്രത്തെ నీ గర్భాశయం ఎలాగుందంటే పిల్లలు కలుగులేనటువంటి విధముగా నీ గర్భము మూయబడినటువంటి స్థితిలో ఉండిపోయింది. നിന്റെ ട്യൂബിനെ അവൻ തൊടുന്നു, నీ యొక్క గర్భాశయమును ఆయన తాకుతున్నాడు. ആ ഗർഭത്തിന്റെ ട്യൂബുകളെ തൊടുന്നു, ఆ గర్భాశయముకు ఉన్నటువంటి అండాశయాలన్నిటిని ఆ ట్యూబ్స్ దేవుడు తాకుతున్నాడు. 23 ജനിച്ചത് 22 പ്രോഫസി പറയുന്നത്. ഇതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്നേക്കുന്നത് ഭയങ്കര ദൂരത്തിലാണ്, ആന്ധ്രാപ്രദേശിലെ ഒരു വലിയ ഒത്തിരി ഗ്രാമത്തിൽ നിന്നാണ് അവർ വരുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരല്ല അവർ. പക്ഷേ ഈ കുഞ്ഞിനെ കിട്ടിയാൽ ഈ കുഞ്ഞിനെ കണ്ട് വരണമെന്ന് അവരാഗ്രഹിച്ചു. അങ്ങനെ വന്നതാണ്.